കടലിന്റെ ആഴത്തിൽ ആരും കാണാത്ത ഒരു ശക്തി ശാന്തമായി വളരുകയാണ്. പുറത്തൊന്നും നടക്കാത്ത പോലെ തോന്നും, പക്ഷേ അകത്ത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാവി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ എടുത്ത പുതിയൊരു നീക്കം ശബ്ദമില്ലാതെ നടക്കുകയാണെങ്കിലും അതിന്റെ പ്രഭാവം വളരെ വലുതാണ്. വാർത്ത ഞാൻ വിശദമാക്കാൻ പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. 7 വർഷമോ 10 വർഷമോ കാത്തിരുന്ന ഒരു വലിയ മുന്നേറ്റം പോലെ ഇന്ത്യയുടെ പുതിയ ആണവശേഷിയുള്ള സബ്മറൈൻ INS അരിധമൻ ഇപ്പോൾ സേവനത്തിലേക്ക് എത്തിയെന്ന സൂചനകൾ ഉയർന്നു വരികയാണ്. ഈ വാർത്ത എങ്ങനെ പുറത്തു വന്നു? ഏപ്രിൽ 3-ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു. പക്ഷേ അതിൽ ഒരു പേര് മാത്രം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി: അരിധമൻ. അതൊരു സാധാരണ പോസ്റ്റ് ആയിരുന്നില്ല. ഡിഫൻസ് മേഖലയിലുള്ളവർക്കെല്ലാം അതൊരു സൂചനയായി തോന്നി എന്നതാണ്. പുതിയ സബ്മറൈൻ റെഡിയായോ എന്ന ചോദ്യമാണ് എല്ലായിടത്തും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇത് ലളിതമായി മനസ്സിലാക്കാം. INS അരിധമൻ എന്നത് ഇന്ത്യയുടെ കടലിനടിയിലെ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഭൂമിയിൽ നിന്നും, ആകാശത്തിൽ നിന്നും, കടലിൽ നിന്നും 3 വഴികളിലായി രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അതിൽ കടലിനടിയിലെ ഭാഗമാണ് ഏറ്റവും ശാന്തം, എന്നാൽ ഏറ്റവും വിശ്വസനീയമായതും. കാരണം കടലിനടിയിൽ നീങ്ങുന്ന ഇത്തരം സബ്മറൈനുകളെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനാൽ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടായാലും രാജ്യത്തിന് മറുപടി നൽകാനുള്ള കഴിവ് നിലനിർത്താൻ നമ്മുടെ ഈ മുങ്ങിക്കപ്പൽ സഹായിക്കുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. INS അരിധമൻ ഈ ശ്രേണിയിലെ 3ാമത്തെ സബ്മറൈനാണ് INS അരിധമൻ. ഇതിന്റെ മുൻപായി INS അരിഹന്ത് 2016-ൽ സേവനത്തിലെത്തി. അതിനുശേഷം INS അരിഘാട്ട് 2024-ൽ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ അരിധമൻ കൂടി എത്തിയതോടെ ഇന്ത്യയുടെ ഈ രംഗത്തെ കഴിവ് പുതിയൊരു ലെവലിലേക്ക് ഉയരുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. നമ്മുടെ അരിധമൻ മുൻപത്തെ സബ്മറൈനുകളെക്കാൾ വലുതാണ്. ഏകദേശം 7000 ടൺ ഭാരം വരുന്ന ഈ സബ്മറൈൻ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ, കൂടുതൽ സമയം കടലിനടിയിൽ തുടരാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ മിസൈൽ സംവിധാനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നതാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. മുൻപത്തെ സബ്മറൈനുകൾ 12 എണ്ണം വരെ മാത്രം വഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അരിധമൻ എന്ന ഈ മുങ്ങിക്കപ്പലിന് അതിന്റെ ഇരട്ടിയോളം വരെ സംവിധാനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ് വിലയിരുത്തൽ. ഇത് ഇന്ത്യക്ക് കൂടുതൽ സുരക്ഷാ ഓപ്ഷനുകളാണ് നൽകുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇന്ത്യയുടെ ആണവ നയം വളരെ വ്യക്തമാണ്. പക്ഷെ നമ്മുടെ രാജ്യം ആരെയും കയറി അങ്ങോട്ട് ആക്രമിക്കില്ല. പക്ഷെ ആരെങ്കിലും നമ്മളെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ മറുപടി വളരെ ശക്തമായിരിക്കും. ഈ നിലപാട് നിലനിർത്താൻ രാജ്യത്തിന് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന കഴിവ് വേണം. ഇത് എന്താണെന്ന് ലളിതമായി പറഞ്ഞു തരാം. ആദ്യ ആക്രമണം വന്നാലും രാജ്യത്തിന് തിരിച്ചടിക്കാനുള്ള ശേഷി നഷ്ടമാകരുത്. അതിൽ ഏറ്റവും വിശ്വസനീയമായ മാർഗം കടലിനടിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സബ്മറൈനുകളാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായി മാറുന്നത്? ഇന്ത്യൻ സമുദ്രമേഖലയിലെ സ്ഥിതി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ അവരുടെ കടൽ ശേഷി വർദ്ധിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതായി ഉണ്ട് എന്നതാണ്. അരിധമൻ പോലെയുള്ള സബ്മറൈനുകൾ ഒരു തരത്തിൽ കാണാൻ പറ്റാത്ത സുരക്ഷാ കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതോടെ കഥ അവസാനിച്ചോ? ഇല്ല. ഇതേ ശ്രേണിയിലെ 4ാമത്തെ സബ്മറൈൻ കൂടി അടുത്ത വർഷം വരാനിരിക്കുകയാണ് എന്നതാണ് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇന്ത്യ വളരെ വേഗത്തിൽ ഈ മേഖലയിലേക്ക് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. അവസാനമായി പറയുകയാണെങ്കിൽ INS അരിധമൻ ഒരു സബ്മറൈൻ മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഒരു അടയാളം കൂടിയാണ്. ശബ്ദമില്ലാതെ, ആരും ശ്രദ്ധിക്കാതെ കടലിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സുരക്ഷയെ ഉറപ്പാക്കുന്ന ഒരു വമ്പൻ ശക്തി തന്നെയാണ് ഇന്ത്യയുടെ അഭിമാനമായ INS അരിധമൻ.